ഡയബറ്റീസ് മെലിറ്റസ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രമേഹം. എന്താ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് ചോദിച്ചാൽ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് റൈസസ് എബവ് നോർമൽ. അതായത് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഏതാണ്? FBS അല്ലെങ്കിൽ നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ 126 മുകളിൽ റൈസായി 126 അധികം പോയി കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രമേഹം അഥവാ ഡയബറ്റീസ് മെലിറ്റസ്. ഇതുണ്ടായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പ്രശ്നം? നല്ല വിശപ്പുണ്ടാവും, നല്ല ദാഹം ഉണ്ടാവും, നന്നായിട്ട് മൂത്രമൊഴിക്കും, എക്സസീവ് തേഴ്സ്റ്റ് അതുപോലെ തന്നെ എക്സസീവ് ഹങ്കർ ആൻഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ, പിന്നെ വെയിറ്റ് ലോസും ഫാറ്റിക്കും, ശരീരഭാരം കുറയും, തളർച്ചയും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് പ്രമേഹത്തിന്റെ അഥവാ ഡയബറ്റീസ് മെലിറ്റസിന്റെ പ്രശ്നം. അപ്പൊ ഗ്ലൂക്കോസ് നല്ല രീതിയിൽ കൂടിയാൽ 126 മുകളിൽ കൂടിയാലാണ് എന്തുണ്ടാവുക? ഡയബറ്റീസ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ അത് എത്ര ടൈപ്പാണ്? 2 ടൈപ്പാണ്. ഒന്ന് ടൈപ്പ് 1 ഡയബറ്റീസും, 2 ടൈപ്പ് 2 ഡയബറ്റീസും. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലൂക്കോസ് കൂടിയാൽ കുറക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഇൻസുലിൻ. അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബീറ്റാ സെൽസ് ഉണ്ട്. ആ ബീറ്റാ സെൽസ് മൊത്തമായിട്ട് നശിച്ചു പോയി. അപ്പൊ പിന്നെ ഇൻസുലിൻ ഉണ്ടാവില്ല. അങ്ങനെ ബീറ്റാ സെൽസ് മൊത്തമായിട്ട് നശിച്ചാൽ ആ ഒരു കണ്ടീഷനാണെന്ത്? ടൈപ്പ് 1 ഡയബറ്റീസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ലോസ്റ്റ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ്, ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രമേഹമാണെന്ത്? ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ടൈപ്പ് 1 പ്രമേഹം. എന്നാൽ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ബീറ്റാ സെൽസ് ഒക്കെ അവിടെ ഉണ്ട്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇൻസുലിൻ എന്തില്ല? കഴിവില്ല, തോക്ക് തരാൻ, വെടിവെക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇൻസുലിൻ അവിടെ ഉണ്ട്, പക്ഷേ ഡിക്രീസ്ഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഇൻസുലിൻ, ആ ഇൻസുലിൻ എന്തില്ല? എഫക്റ്റീവ്നെസ് ഇല്ല. അല്ലെങ്കിൽ എന്താണ്? സച്ച് എ വേരിയേഷൻ ഇൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ആ ഇൻസുലിന്റെ പ്രൊഡക്ഷനിൽ നിന്നുണ്ട് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഇൻസുലിൻ ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ, ഇൻസുലിന്റെ പ്രവർത്തനക്ഷമത കുറയൽ, അതൊക്കെ കാരണം മൂലമുണ്ടാകുന്ന പ്രമേഹമാണിത് ടൈപ്പ് 2 പ്രമേഹം. അതൊരു ലോക്കൽ പ്രമേഹമാണ്, ടൈപ്പ് 2 പ്രമേഹം. മാത്രമല്ല നമ്മുടെ ഭക്ഷണത്തിലെ നിയന്ത്രണമില്ലായ്മ, ലാക്ക് ഓഫ് ഡയറ്ററി കൺട്രോൾ, അതും എന്തിന് കാരണമാകും? ടൈപ്പ് 2 ഡയബറ്റീസിന് കാരണമാകും. അപ്പൊ ടൈപ്പ് 1 ആണ് സീന്, കാരണം അവിടെ ബീറ്റാ സെൽസ് തന്നെ ഇല്ല. പക്ഷേ ടൈപ്പ് 2 എന്താണ്? ബീറ്റാ സെൽസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇൻസുലിൻ എന്തില്ല? അത്ര എഫക്റ്റീവ് അല്ല. അല്ലെങ്കിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ എന്തുണ്ട്? ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള കൺട്രോൾ ഒന്നും ഇല്ലായ്മ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ ഈ ഗ്ലൂക്കോസിന് ഒരു നോർമൽ ലെവൽ ഉണ്ട്. ആ നോർമൽ ലെവൽ കൂടുമ്പോഴാണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് അറിയാം. അങ്ങനെയെങ്കിൽ ബോഡിയിലെ കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ എത്ര എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. സി യു സൂൺ.